केरला से। गुड मॉर्निंग गाइस. അപ്പോൾ കുട്ടിച്ചോപ്രയാണ്. ഞാനിപ്പോൾ ആ മഹേശ്വര ടെമ്പിളിൽ നിന്ന് ട്രക്കൊക്കെ കഴിഞ്ഞ് ഇന്നലെ ട്രക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളല്ലേ ടുങ്കുനാഥ് പിടിക്കാനുള്ള പരിപാടിയാണ്. ടുങ്കുനാഥ് കാരണം ഇവിടുന്ന് നടന്നിട്ടൊരു 30-32 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ഹിച്ചൈക്കുള്ള പരിപാടിയാണ്. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നടന്നൂടാ. എന്തായാലും നടക്കണവരെ നടക്കാം. ഓൾറെഡി ട്രക്ക് ചെയ്ത് 10-16 കിലോമീറ്റർ ട്രക്ക് ചെയ്തതാണ്, അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നടക്കുന്ന വീണ്ടും, കാരണം നടക്കാവും നല്ലത്, കാരണം അതങ്ങോട്ട് ശീലിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ബായ്. ഇതിപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഫോഗ് ഒന്ന് മൂടി, കണ്ടോ? ഈ കാണുന്ന കാഴ്ച മൊത്തം ഫോഗാണ്. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കയറുന്നതേ ഉണ്ടാവുള്ളൂ. താഴെ നിന്ന് ഇങ്ങനെ ഫോഗ് മൂടിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴികളൊക്കെ ഫോഗായിരിക്കും. നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ഒരു രസത്തിൽ ഇങ്ങനെ ആലോലം പാല് നടക്കാം. വേർത്തു. ഓക്കെ, നടക്കട്ടെ. ഒരു 2-3 കിലോമീറ്റർ ലിഫ്റ്റ് കിട്ടി. 2-3 കിലോമീറ്റർ ലിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ അവിടെ ഇറങ്ങി. അല്ല, അവിടെ നിൽക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ആളെ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് 10-25 കിലോമീറ്റർ ഉണ്ട്. ചോപ്തയിൽ നിന്ന് വേണം തുങ്കിനാഥിലേക്ക് പോകാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോപ്തയ്ക്ക് ട്രക്കിംഗ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം പോവാൻ. അപ്പോൾ ചോപ്തയിലേക്ക് ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട്. ട്രക്കിങ് 3 കിലോമീറ്റർ എന്താണ് പറഞ്ഞത്. അപ്പോൾ ആൾ ചിലപ്പോൾ വൈകുന്നു. ഞാൻ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആൾ വരാമെന്ന് പറഞ്ഞു. വരികയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, വണ്ടിയിൽ ഫ്രണ്ടിൽ ആളുണ്ടോ, പുറകിലിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആ വണ്ടിയിൽ തന്നെ കയറാം. അപ്പോൾ വരുന്നുണ്ട് നോക്കാം. വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി നടക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് വയ്യ. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഒരു മിനിറ്റ്, റോഡ് കുറച്ച് മോശമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് റോഡ് നല്ല റോഡ് എത്തട്ടെ. അയ്യാ, आपका नाम अखिलेश? नीरज. സോറി നീരജ്. ഓക്കെ ബ്രോ, നീരജ് ബ്രോ. ഒരു വേറൊരു നീരജ്. അപ്പോൾ എനിക്കൊരു ചെറിയ ലിഫ്റ്റ് കിട്ടി. ആൾ 19 കിലോമീറ്റർ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇറങ്ങും. അറിയാലോ ചോപ്ത. അപ്പോൾ അത്ര ദൂരം എനിക്ക് ട്രാവൽ ചെയ്യാം. എന്താ അറിയില്ല, ഭാഗ്യമുണ്ട്, ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ട്രാവൽ ചെയ്യാം. സംസാരിച്ചോണ്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ ആള് ഇവിടെ തന്നെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. ഇത് 2 ഡൈവേഷനാണ്. ഇത് ചോപ്തയിൽ നിന്ന് ടുങ്കുനാഥിലേക്ക് പോവാം. ഇത് വേറെ വഴിയാണ്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഈ വഴിയാണ് പോകുന്നത്. ഈ വഴി പോയി കഴിഞ്ഞാൽ കരടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ഹിച്ചൈക്കുള്ള പരിപാടി ലിഫ്റ്റ് അടിക്കണം. നടന്നു പോകണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കരടിയൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ നോക്കട്ടെ, പരമാവധി ലിഫ്റ്റ് കിട്ടും നോക്കാം. ഓക്കെ, ബൈ. നേരത്തെ എനിക്ക് ലിഫ്റ്റ് തന്ന വണ്ടി വീണ്ടും ലിഫ്റ്റ് തന്ന ചോപ്തയിലേക്ക്. അപ്പം എന്നോട് പുറകിൽ കയറാൻ വന്നു. ഞാൻ പുറകിൽ കയറിയിട്ടുണ്ട്. ആൾക്കാർ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നോട് പുറകിലിരുന്നോളം പറഞ്ഞു. നോക്കട്ടെ, അവിടെ പോയിരിക്കാൻ പറ്റും. നോക്കട്ടെ, അവിടെ ക്യാപ്പില്ല. ക്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കണം. എനിക്ക് നേരത്തെ വന്ന് ലിഫ്റ്റ് കിട്ടി. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അവിടെ പോയിരിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോസ് കാണാം. छोटा वाला यूट्यूब चैनल, छोटा नहीं है, बड़ा है, नहीं है, बड़ा नहीं, छोटा मैं तुम देखो, मैं स्टार नहीं, मैं छोटा वाला है. कोई दिक्कत नहीं, बनेगा छोटा. हाँ, बनेगा. ओके, चैनल का नाम कुट्टू चोपड़ा. कुट्टू चोपड़ा है. कुट्टू चोपड़ा. हाँ, स्पेलिंग KUTTU, लास्ट डबल सेड. ഓക്കെ ഭയ്യ. ഓക്കെ, ചോപ്തയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ട്രക്കിംഗ് ഉണ്ട്. നോക്കട്ടെ, ബാഗ് വെച്ചിട്ട് കയറാൻ പറ്റും നോക്കണം. ഓക്കെ, ബൈ. ഇതാണ് ചോപ്ത.
അപ്പോൾ ഇതാണ് ചോപ്ത ട്രെക്കിങ്. ഇവിടുന്ന് തുംഗ്നാഥിലേക്കുള്ള വഴി എനിക്ക് അറിഞ്ഞൂടാ, അത് ചോപ്ത ട്രെക്കിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയാം. അപ്പോൾ ഇതാണ് ചോപ്ത ട്രെക്കിങ്. ഞാൻ കയറാൻ പോവാണ്. 4 കിലോമീറ്റർ ഉണ്ട്. ബേഗൊക്കെ വെച്ചിട്ടാണ് കയറുന്നത്. എന്താ പറയുക, 16 കിലോമീറ്റർ കയറി എൻ്റെ ഒരു അഹങ്കാരത്തിൽ കയറിയാണ്. നോക്കാൻ എങ്ങനെ ഉണ്ട്. ഓക്കെ, നടക്കട്ടെ. ഇതാണ് നമ്മുടെ ചോപ്ത ട്രെക്കിങ്. ഇങ്ങനത്തെ വ്യൂകളൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമുക്ക് ഒരു ബ്രോനെ കിട്ടി. നോക്കിയാണ് നമുക്ക് ആള് ബാംഗ്ലൂരാണ്. ആളുടെ മദർ ടങ് തമിഴാണ്. അപ്പോൾ അതൊന്നും എനിക്ക് തമിഴിൽ കൂടുതൽ സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റും. നിങ്ങൾ കൂടുതൽ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ ട്രക്ക് ചെയ്യട്ടെ. ഒരാളെ കിട്ടി. ഇതൊക്കെ നല്ല ഇതിൻ്റെ നടക്കട്ടെ. തമിഴ് ഫ്രണ്ട് കിടച്ചു. ഓക്കെ, നടക്കട്ടെ. എന്താ പറയാന്നൊന്നുമില്ല. അതാ കണ്ടങ്ങൾക്ക് മനസ്സിലാവും എന്താ കാണാൻ, എന്താ സാധനം, എങ്ങനെ ഭംഗിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. മേഘങ്ങളൊക്കെ ഇങ്ങനെ വെളുത്ത് തുടുത്ത് ഇങ്ങനെ കൽക്കണ്ടം പോലെ നിൽക്കുന്നു. ഇതാണിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കയറി വന്ന വ്യൂ. കണ്ടപ്പോൾ നല്ലത് കണ്ടപ്പോൾ ഞാൻ എടുത്താണ്. ഇനി മുകളിൽ ഒത്തിരി കയറി കഴിഞ്ഞാൽ ഇതിന് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ല കിടിലൻ സ്പോട്ട്. കയറിക്കൊണ്ടിരിക്കുന്നേ. എനിക്കൊരു ചെറിയ ടാസ്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ, നോക്കിയൊക്കെ ഇനി അവർ നിൽക്കുന്നതാണ്ടോ, അതിൻ്റെ മുകളിൽ കൂടെ വഴി. എനിക്കിതാ ഇത് കൂടെ ഗ്യാപ്പിൽ കൂടെ കയറുന്ന സ്റ്റെപ്പാണ്. ഈ ബാഗും വെച്ചിട്ട് കയറാൻ പറ്റും തോന്നുന്നില്ല. നോക്കട്ടെ, ഇപ്പോൾ കയറട്ടെ കേട്ടോ. മറ്റേ പത്മഹേശ്വരി പോലെ തന്നെ ഇവിടെ സ്മോക്ക് വരാൻ തുടങ്ങി. പക്ഷേ ഇവിടുത്തെ സ്മോക്ക് വന്ന് നമുക്ക് നന്നായിട്ട് കാണാം. ഇതാ കണ്ടോ മുകളിലൊക്കെ. ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതെപ്പോഴും നിൽക്കുന്നില്ല. ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ചേഞ്ച് ആവും. ചിലപ്പോൾ ഞാനൊന്ന് കുറച്ചായി നടന്ന് കയറുമ്പോഴേക്കും ഈ സ്മോക്ക് പോകും. പിന്നെ അടിപൊളി യൂസ് ആയിരിക്കും. അപ്പോൾ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ്. ട്രക്ക് ചെയ്ത് ഇനി ബാക്കി ഒരു 1.5 കിലോമീറ്ററിൽ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1 അവർ വേണമാ. ഓക്കെ, ഒരു മണിക്കൂറെങ്കിലും ചിലപ്പോൾ വേണ്ടിവരും. ഈ ഒരു 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്യാം. നോക്കാം. ഇതാ അങ്ങനെ പതുക്കെ നടക്കുന്നത്. വടിയും കുത്തി പിരിച്ചിട്ട് വെയിറ്റുള്ളതുകൊണ്ട് പിന്നെ എവിടെ തെറ്റെ എത്ര ദൂരം പോകണമെന്ന് നോക്കാം. ഈ ഒരു ഭാഗം കാണുമ്പോൾ ടെൻ്റ് അടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് കയറാമെന്ന് വെച്ചു. ഇറങ്ങുമ്പോൾ ടെൻ്റ് അടിക്കാം. ടെൻ്റ് അടിച്ച് കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെ വരാം. നല്ല രസമുണ്ട്. അപ്പുറത്തെന്താ അറിയോ, ഇതിങ്ങനെ ഒരു മലയുടെ ഗ്യാപ്പാണ്. അതിൻ്റെ ആ സൈഡ് ഇങ്ങനെ സ്മോക്ക് ഇങ്ങനെ വന്ന് കുത്തി നിൽക്കുക. ഇങ്ങനെ വരുന്നില്ല തോന്നുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ടാവും. നമുക്ക് നാളെ വ്യൂ കാണാം. ഇത് ടോപ്പിൽ കയറിയുള്ള ഒരു ചെറിയൊരു അമ്പലാട്ടോ. കരച്ചിട്ട് സംസാരിക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റീച്ച് ചോപ്ത ട്രെക്കിംഗ്. ദെൻ നെക്സ്റ്റ് ഗോ किधर से तुंगनाथ. ओके, नेक्स्ट ट्रैकिंग तुंगनाथ. अभी में जाएगा चौथा ट्रैकिंग. चौथा ट्रैकिंग ये 4 किलोमीटर है. 4 കിലോമീറ്ററാണ് ചോപ്ത ട്രക്കിങ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കറിയാം. അപ്പോൾ 4 കിലോമീറ്റർ ഞാൻ അരക്കറ എത്താറായി. ഇനി കുറച്ച് നേരം കൂടെ. ആൾമോസ്റ്റ് ഐ ആം റീച്ച് ചോപ്ത ട്രക്ക്. ഓക്കെ, जाएगा बाद दूसरा वीडियो बनाए. അപ്പോൾ ഏറെക്കുറെ നമ്മളെത്തി. ഇത് ചോപ്ത ട്രക്കിങ്. അവിടെ അമ്പലമുണ്ട്. അവിടേക്ക് കയറാൻ പോകുന്ന വഴികളാണ്. പ്രസാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേടിക്കണമെങ്കിൽ പൈസ വേണം. നമ്മൾ പിന്നെ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. കയറട്ടെ. കുറച്ച് ദൂരം ഉള്ളൂ, അധികമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ചോപ്ത ടെമ്പിൾ. അപ്പോൾ ഏറെക്കുറെ നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ ഷൂവും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ട് അകത്തേക്ക് കയറണം. ചോപ്ത ടെമ്പിളിലാണ്. ഞാൻ അകത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. സോറി, ഇതാണ്
തുങ്കനാഥ്. ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇത് ചൊത്ത ട്രക്കിങ് കഴിഞ്ഞ് ഞാൻ കയറി വന്നു. ഇപ്പോൾ ഉള്ളത് ഏതാ തുങ്കനാഥിൻ്റെ ഫ്രണ്ടിലാണ്. തുങ്കനാഥിൻ്റെ ഏറ്റവും മുകളിലെ ടോപ്പിലാണ് കേട്ടോ. മൊത്തം സ്മോക്കാണ്, ഒന്നും കാണൂല. ഞാനിവിടെ എത്തി. ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ട് ഞാൻ തൊഴുകാനോ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കട്ടെ. കാലൊക്കെ തണുത്തിട്ട് പോയാൽ നല്ല തണുപ്പാണ്. നല്ല ഫോഗ് കയറി വന്നിട്ട് ഇതാണ് അമ്പലം കേട്ടോ. കാണിച്ചു തരാവേ. ഇതാണ് അമ്പലം. ചന്ദ്രശീല പറയാ. ഇത് ഇവിടുത്തെ എന്തോ ഐതിഹ്യമാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ല, ഞാൻ നോക്കുന്നൊന്നുമില്ല. ജസ്റ്റ് വന്നു, നമ്മൾ അമ്പലം കണ്ടു. എന്തോ ഐതിഹ്യമാണ്, ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് തുങ്കനാഥ് ടെമ്പിൾ. അറിയാലോ, ചന്ദ്രശീല ട്രക്ക് ചെയ്തിട്ട് വേണം, ചന്ദ്രശീല എന്ന് തന്നെ, ചന്ദ്രശീല ഓപ്പോസിറ്റാണ്. ചോപ്പത്തെ ട്രക്ക് ചെയ്തിട്ട് വേണം തുങ്കനാഥ് ടെമ്പിളിലേക്ക് വരാൻ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഞാൻ അറിയുന്നത് തുങ്കനാഥ് ടെമ്പിൾ ഇതൊക്കെയാണെന്ന്. ഞാൻ എന്തോ കണ്ടിട്ട് വരികയാണ്, പക്ഷെ എന്തൊക്കെ നല്ലതിനാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു ചെറിയൊരു അമ്പലമാണ്. എനിക്കിവിടുത്തെ പ്രതിഷ്ഠകളോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ മലയുടെ മുകളിൽ കയറി നല്ല വ്യൂ ഉണ്ടാവും. പക്ഷെ നമുക്കൊന്നും അവിടെ കയറുന്ന ബേഗ് ഉണ്ട് കയ്യിൽ, അതുകൊണ്ടാണ് പരമാവധിയുള്ള റിസ്ക് മൊത്തം എടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ടേക്ക് കെയർ ചെയ്യണം. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട്, അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ബ്രെഡും ബട്ടറുണ്ട്, അതൊന്നും തേച്ച് കഴിക്കണം. ബട്ടർ ഇപ്പോൾ തീരും, ഇപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തീരും. ബട്ടർ പുതിയ മേടിക്കണമെന്നുണ്ട്. ഓക്കെ, നടക്കട്ടെ. തുങ്കനാഥമ്പലം കണ്ട് തൊഴിട്ട് ഇവിടുന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രശീല ഉണ്ട്. ചന്ദ്രശീല എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല സ്മോക്കാണ്. അപ്പോൾ സ്മോക്ക് തീരുന്നത് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ടാണ് ഞാൻ ബ്രെഡ് കഴിക്കാൻ പോകുന്നത്. പിന്നെ ചന്ദ്രശീലയ്ക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടി ട്രക്ക് ചെയ്യാൻ. അതാണ് ചന്ദ്രശീല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബ്രെഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ നടക്കാമെന്ന് വെച്ചിട്ടാണ്. വിശന്നിട്ട് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ബ്രെഡ് കഴിക്കട്ടെ. ഓക്കെ, എല്ലാവരും എന്നോട് ചോദിക്കുക എന്താപ്പം എൻ്റെ മൂടെന്ന്. എൻ്റെ മൂഡ് ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താ പറയുക, എൻ്റെ മൂഡ് ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ മൂഡ്. ഇതൊക്കെയാണ് എൻ്റെ മൂഡ്. സന്തോഷമായില്ലേ? ഇത്രയേ ഉള്ളൂ. മൊത്തം സ്മോക്ക് വന്ന് മൂടി. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്ന എന്താ വെച്ചാൽ ഫുഡ് കഴിച്ച ആ ഒരു പോർഷനാണ് ആ കാണുന്ന ഭാഗം. ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടി താഴ്ത്തിക്ക് ഇറങ്ങി. ഇതവിടെ മൊത്തം സ്മോക്കായിട്ടുണ്ട്. പിന്നെന്താ ആ കാണുന്ന ഭാഗത്താണ് തുങ്കനാഥ്. പിന്നെ ആ വഴി കൂടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രശീല കാണാം. പക്ഷെ ചന്ദ്രശീലയ്ക്ക് ഇപ്പോൾ പോവാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം സ്മോക്ക് വന്ന് മൂടിയിരിക്കുക, അതുകൊണ്ട് വഴിയൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചന്ദ്രശീലയ്ക്ക് എനിക്ക് ഒന്നിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ റിട്ടേൺ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി ഹോം സ്റ്റേയും പരിപാടികളും ടെൻ്റ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടെൻ്റ് അടിക്കൽ കുറച്ച് ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ റിട്ടേൺ പോകാനുള്ള പരിപാടി ഉണ്ടാവും, പ്ലാൻ ചെയ്തിട്ടില്ല, പറയാം. ഓക്കെ, ഇവിടെ ഒത്തിരി കുതിരകളും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഈ വയസ്സായവരൊക്കെ കൂടുതൽ വരുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനല്ല, നടന്നു കയറാൻ വയ്യാത്തവരൊക്കെ ഇങ്ങനെ ട്രക്കിങ് യൂസ് ചെയ്യും. ഒത്തിരി കുതിരകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റിട്ടേൺ ഇറങ്ങുകയാണ്. ഇന്നത്തെ ട്രക്കിങ് കാരണം കാല് ഒന്നും ചെയ്യാൻ പറ്റില്ല, പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. ഞാൻ അതെങ്ങനെ നടക്കണം. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ട്രക്കിംഗ് ആയിരുന്നു.
ട്രക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ട്രക്കിംഗ് ആയിരുന്നു. ഇന്ന് കുറച്ച് കുറവാണ്, പക്ഷേ ഇന്നലത്തെ കുറച്ച് പവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടന്നിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പതുക്കെ ഇറങ്ങുള്ളൂ. പിന്നെ പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഫോഗ് ഒന്ന് മൂടി കിടക്കുക. നല്ല നല്ല വ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. ഇപ്പോൾ മൊത്തം ഫോഗാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് നടക്കുകയാണ്. കാല് മുട്ടിൻ്റെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാല് നിൽക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം റെസ്റ്റ് വേണം നോക്കട്ടെ. പരമാവധി ഇനിയിപ്പോൾ ട്രക്കിങ്ങും പരിപാടി ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇതിന് ഒഴിവാക്കണം. അത് കഴിഞ്ഞിട്ട് ചുമ്മാ താഴത്തേക്ക് അമ്പലങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കണ്ട് സ്റ്റേ കിട്ടുന്നത്, പിന്നെ ട്രക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. നല്ല മഴയൊക്കെ നനഞ്ഞ് നല്ല മഴയൊക്കെ കിട്ടി. കോട്ടൊക്കെ തേക്കില്ല കേട്ടാ. ഇനി പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് കോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി കോട്ട എടുത്ത് കഴിഞ്ഞാലും ഒന്നിലേക്ക് വേഗം നനയും കഴിഞ്ഞാൽ മതി. ഇങ്ങനെ ഓടിച്ച് കോട്ട അങ്ങനത്തെ കോട്ടാ. അപ്പോൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഇനി എത്ര കൊണ്ട് അറിയില്ല. ഇതിൽ വീണ്ടും മഴ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വളർന്നു വരും. ഓക്കെ, മൊത്തത്തിൽ നന്ദിട്ടാ. കാലിന് നല്ല പണി കിട്ടി. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ അത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റുന്നില്ല. കാല് ഷിവറിങ് അല്ല, കാല് ഇങ്ങനെ ഒരുമാതിരി കൊളുത്തി പിടിച്ച പോലെ വേദന. ജോയിൻ്റെ അവിടെ, മുട്ടിൻ്റെ അവിടെ കുറച്ച് പെയിൻ ഉണ്ട്. കുറച്ചേരം റെസ്റ്റ് ചെയ്യും. നല്ലപോലെ റെസ്റ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. എനിക്കൊന്നും ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ തീരെ പറ്റൂല. താഴെ എത്തണം. 2 ദിവസം ട്രക്കിങ് ആയതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നലെ ട്രക്ക് ചെയ്തു, ഇന്നും ട്രക്ക് ചെയ്ത് അടുപ്പിച്ചു. ഇന്നലെ ട്രക്ക് ചെയ്തിട്ട് പിന്നെ കുഴപ്പമില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്ത് കണ്ടിട്ടാണ് എന്നാലും കുഴപ്പമില്ല. കയറി ഇറങ്ങാറായി. പിന്നെ എത്ര ദൂരം എന്ന് അറിയില്ല. കാൽക്കുലേഷൻ അറിയില്ല. ഇറങ്ങാൻ കുറച്ച് ദിവസം നോക്കി. 2 ദിവസത്തെ ട്രക്കിങ് കാരണം നിങ്ങൾക്ക് എൻ്റെ നടത്തം കണ്ട ചിരി വരും. നടത്തം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര നടക്കുന്നത്. കാല് കുറച്ച് റിസ്ക്കാണ്. കാല് ഒന്നിനും പറ്റൂല. ഏറെക്കുറെ നമ്മൾ റിട്ടേൺ ഇറങ്ങി തീരാറായി. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ചോത്ത ട്രക്കിങ് കഴിഞ്ഞു. തുങ്കനാട് കവർ ചെയ്തു. പിന്നെന്താ ഇറങ്ങി ഇനി നടക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോണൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ മൊത്തം സോളാർ പാനൽ വെച്ചിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചാർജ് ചെയ്യാൻ തരില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് റിട്ടേൺ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പതുക്കെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടുന്ന് ചലിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഊക്കിമത്ത് പോകാനുള്ള പരിപാടിയാണ്. ഊക്കിമത്ത് പോയിട്ട് വേണം പിന്നെ അവിടുന്ന് ഓരോ സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോവാം. ഓക്കെ, ഇപ്പോൾ തുങ്കനാഥ് ഇറങ്ങി ഇവിടെ തുങ്കനാഥ് ഇറങ്ങിയ ചോത്തയാണ്. അപ്പോൾ ചോത്തയിൽ നിന്ന് എനിക്ക് ഒരു ലിഫ്റ്റ് ഞാൻ ചോദിച്ചു. കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ല. എൻ്റെ അടുത്ത് ആകെയുള്ളത് 100 രൂപയാണ്. അപ്പോൾ ആ 100 രൂപയും കൊണ്ട് എനിക്ക് എന്താ പറയുക ഇവിടുന്ന് എസ്കേപ്പ് പോകാൻ പറ്റൂല. പിന്നെ ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോണിൽ ചാർജ് ഇല്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ സോളാറിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടുന്ന വണ്ടിക്ക് കയറിയപ്പോൾ എനിക്കൊരു പയ്യ ലിഫ്റ്റ് തന്നു. പയ്യ ആക്കുന്ന ഗോവിന്ദ് സിംഗ് എനിക്ക് പയ്യ ലിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊക്കിമത്ത് വരെ അവിടേക്ക് പോവാം. ഊക്കിമത്ത് വരെ ഞാൻ ഈ വണ്ടിയിൽ പോവുകയാണ്. ഇവിടെ നിന്ന് ഒത്തിരി 10-15 കിലോമീറ്റർ എന്തുകൊണ്ട് ഊക്കിമത്ത് വരെ പോകണം. അവിടെ നിന്ന് പിന്നെ റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഊക്കിമത്തിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രക്കിങ്ങിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തിനൊരു റൂം എടുത്തിട്ടുണ്ട്. വലിയ പൈസയൊന്നുമില്ല, ചെറിയ പൈസയുള്ളൂ, 10-300 രൂപ. ഒരു നിവൃത്തിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഒത്തിരി ഡ്രസ്സുകൾ അലക്കിയിടാണ്ട് അതൊക്കെ അലക്കിയിടണം. ഫോൺ ചാർജ് ചെയ്യണം. നാളെ ഞാനൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കണം. അറിഞ്ഞൂടാ, കാലൊക്കെ തീരെ വയ്യ. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ സ്റ്റേ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് താഴെ ഒന്ന് പോയി നോക്കണം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണികളൊന്നും അലക്കിയിടാനോ ഉണക്കിടാനോ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ ഫാൻ്റെ കാറ്റുള്ളതുകൊണ്ട് ആ ഒരു പരിപാടി നടക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ്. ഓക്കെ, ഞാൻ രാത്രി അമ്പലത്തേക്കൊന്ന് പോകുന്നുണ്ട്. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ബൈ.